എല്ലാ ഫോട്ടോസും എഡിറ്റ് ചെയ്യണോ, ജെപെഗ് വേണോ, റോ വേണോ? റോയിൽ എടുത്താൽ മാത്രമേ പ്രൊഫഷണൽ ആകത്തുള്ളൂ, അല്ലെങ്കിൽ പല ആൾക്കാരും റോയിൽ എടുക്കുന്നത് തന്നെ അവർ പ്രൊഫഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സോ ഇങ്ങനൊരു ടോപ്പിക്ക് കുറേ നാളായിട്ട് നമ്മൾ ഡിബേറ്റിലും ഡിസ്കഷനുള്ളതാണ്. ഇപ്പോൾ ഈ ടോപ്പിക്ക് വരാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡാൻസിൻ്റെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലയൻറ്റുമായിട്ട് ഈ പടം റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നിജി ഈ ഫോട്ടോയിൽ ഇനി എന്താണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ റോയും ജെപെഗുമാണ് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന പടങ്ങളെല്ലാം കാനോൺ R6 Mark II നിന്ന് ഡയറക്റ്റ് ക്യാമറ ഔട്ടാണ്. കാർഡിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്യുന്നു, ഡാവിഞ്ചിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഒരു തരത്തിൽ 1% പോലും നമ്മൾ എഡിറ്റ് ചെയ്യാത്ത പടങ്ങളാണിത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ടേക്ക്, ഞാൻ എങ്ങനെ ഈ പരിപാടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെഡിങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് പിക്ചേഴ്സ് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ചെയ്ത് നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സിൽ തന്നെ ഓൺ ലൊക്കേഷൻ കിടുവായിട്ട് പടം എടുക്കാൻ പറ്റുമെങ്കിലും നമുക്കൊരു 400 മുതൽ 500 പടം എഡിറ്റ് ചെയ്ത് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ ചെയ്ത കാനോൺ R6 Mark II ഷൂട്ട് ചെയ്ത എല്ലാ പടങ്ങളും എനിക്ക് ആക്ച്വലി ഡയറക്റ്റ് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. അതിൽ എഡിറ്റ് പോലും ചെയ്യേണ്ട. എല്ലാ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു നോം ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സോണിക്ക് കൊടുക്കണം. സോണി ആസ് എ ബ്രാൻഡാണ് ഈ എഡിറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് പടം കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയിൽ എത്തിച്ചത്. കേരളത്തിലെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും എഡിറ്റിംഗ് പഠിപ്പിച്ചത് സോണി എന്ന ബ്രാൻഡ്. അതിന് അവർക്ക് ആ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. 2026 നിങ്ങൾ ഏത് ക്യാമറ യൂസ് ചെയ്യില്ല, ക്യാമറ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈറ്റ് ഒബ്സർവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പരിപാടികൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് അറിയാമെങ്കിൽ ഏത് ക്യാമറയിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ഓൺ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റും. ചില ബ്രാൻഡ് അത് കുറച്ചുകൂടി ഈസി ആകുന്നു, എസ്പെഷ്യലി കാനോൺ ഇതിൽ ലെഗസിയാണ്. കാരണം പണ്ട് 5D മുതൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്യാമറ ഔട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ചില പ്രൊജക്ട്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാകത്തില്ല, ഡെലിവറി എളുപ്പമാക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഡയറക്റ്റ് ജെപെഗ് ഔട്ട് കൊടുക്കുന്നത്. ഇതിൽ റൈറ്റോ റോങ്ങോ എന്ന് പരിപാടിയില്ല. നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഏതാണോ ഈസി അത് ചെയ്യുക. 2026 നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ സെറ്റിംഗ്സ് അറിഞ്ഞിരിക്കുക. ആ ക്യാമറയിൽ പലപ്പോഴും ചെറിയ ട്വീക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാമറ ഔട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ലൈറ്റിങ്ങിനെ പറ്റിയും കോമ്പോസിഷനെ പറ്റിയും പിന്നെ അത്യാവശ്യം ഡോക്യുമെൻറ്റ് ചെയ്യുന്ന രീതിയെ പറ്റി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരിപാടി ഈസിയാവും.